വന്ന് ആലയത്തിന്റെ പണി ആരംഭിക്കാൻ പോയി. അങ്ങനെ സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ആലയം പണിയാൻ തുടങ്ങിയപ്പോ സംഭവിച്ചതെന്ന് പറഞ്ഞത്, ശത്രുക്കളും ചുറ്റുമുള്ളവരും വന്ന് നിരുത്സാഹപ്പെടുത്തി, പണി തടസ്സപ്പെടുത്തി. ഇത്രയും നാളും അടിമത്തത്തിലായിരുന്നു. അടിമത്തത്തിന് വിടുതൽ കിട്ടി സ്വന്തം നാട്ടിലേക്ക് വന്നതാ. പക്ഷെ അവിടെ പണിയാൻ തുടങ്ങിയപ്പം പണി ആരംഭിച്ചു, പക്ഷെ ബ്ലോക്ക് ചെയ്തു. ചരിത്രം പറയുന്നു നീണ്ട 16 വർഷം പണി ആരംഭിച്ചിട്ട് പണിയാൻ പറ്റിയില്ല, ബ്ലോക്കായി പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സക്രിയാവിന്റെ പ്രവചനത്തിലെ ആലോചന വെളിപ്പെടുന്നത്. തകർന്നു നിൽക്കുകയാണ്, ആഗ്രഹിച്ചു തുടങ്ങിയതാണ്, പിന്നെ അടുത്ത 16 വർഷം ഒരു പണി നടക്കുന്നില്ല, മൊത്തം ബ്ലോക്ക്. അങ്ങനെയാണ് സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടുന്നത്. അതിന്റെ 6 മുതലുള്ള വാക്യം വായിച്ച്. സക്രിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വചനം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. അവൻ അങ്ങനെ ആലയം പണിയാനായി ഇറങ്ങി തിരിച്ച സെരുബ്ബാബേലിനോട്, കാരണം ശത്രു തടസ്സപ്പെടുത്തി, ആലയം പണിയാൻ ഇറങ്ങി തിരിച്ച ഗവർണറായ സെരുബ്ബാബേലിനോട് ദൈവത്തിന്റെ ആലോചന എന്താണ്? സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ സെരുബ്ബാബേലിനോട് പറയാ, സൈന്യബലത്താലോ ശക്തിയാലോ അല്ല, എന്റെ ആത്മാവിനാൽ ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 16 വർഷം നടക്കാതെ നീ വിഷമിച്ചിരിക്കുന്ന കാര്യത്തോട് പറയുന്നു, ബലം കൊണ്ടും സൈന്യബലം കൊണ്ടും നടക്കാത്തത് എന്റെ ആത്മാവിനാൽ സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ നമ്മളോടും ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നീണ്ട വർഷങ്ങൾ പലതും ബ്ലോക്കായി കിടന്നതായിരിക്കാം, നീ ആഗ്രഹിച്ചിട്ടും പലതും നടന്നു കാണത്തില്ലായിരിക്കാം, നീ സ്റ്റെപ്പ് വെച്ചിട്ടും ചിലതും ബ്ലോക്കായി പോയിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ആലോചന പറയുന്നു, അത് പരിശുദ്ധാത്മാവിനാൽ ചലനങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. എന്നിട്ട് വായിച്ചേ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആർ, നീ സമഭൂമിയായി തീരും. ആരൊക്കെ പണിക്ക് മുമ്പേ നിന്നാലും സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ മഹാപർവ്വതം പോലെ നിൽക്കുന്നതാണ്. മഹാപർവ്വതത്തിന്റെ പ്രത്യേകത, ആരും ഇടിച്ചു തളക്കാൻ പറ്റാത്തൊരവസ്ഥ, മുമ്പിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, ഒരിക്കലും മറുകര കാണത്തില്ലെന്ന് ചിന്തിക്കുന്ന അവസ്ഥ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആർ, അടിച്ചത്, നീ സമഭൂമിയായി തീരും. നീ സമഭൂമിയായി. സെരുബ്ബാബേലിനോട് ദൂത് പറയാ, സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ സമഭൂമിയായി മാറും. ഹല്ലേലൂയ. പറഞ്ഞ ദൂത് മനസ്സിലായോ? എന്തൊക്കെ പർവ്വതം പോലെ നിന്നാലും ദൈവശക്തിയുടെ മുമ്പിൽ സമഭൂമിയാവും. ഹല്ലേലൂയ. അടുത്തത്, അതിന് കൃപ എന്ന് ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. കൃപ എന്ന ആർപ്പോടെ നീ അതിനെന്തോ ചെയ്യും? ആണിക്കല്ല് കയറ്റും. ആണിക്കല്ല് ടോപ്പ് സ്റ്റോൺ, പണി കഴിഞ്ഞ് ഏറ്റവും മേളിൽ വെക്കുന്ന കട്ട കല്ല്. നീ അടിസ്ഥാന കല്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നോടൊരു ദൂത് പറയാ, ഏത് മഹാപർവ്വതം മുമ്പിൽ നിന്നാലും നീ കൃപ എന്ന ആർത്ത് ദൈവത്തെ സ്തുതിച്ചോ, ടോപ്പ് സ്റ്റോൺ ആണിക്കല്ല് നീ കയറ്റിയിരിക്കും. ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുന്നു, തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാ. മുടങ്ങിക്കിടക്കുന്നതിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ദൈവം റെഡിയാക്കാൻ പോവുകയാണ്. 16 വർഷം സെരുബ്ബാബേൽ ഗവർണറാ. അപ്പൊ ഇച്ചിരി അധികാരപരിധി, ശക്തിയും ബലവും ഒന്നും അല്ല. അവന്റെ ശക്തിയും ബലവും അധികാരപരിധി വെച്ചിട്ട് പണി ആരംഭിക്കാൻ നോക്കിയതാ. ശത്രു തടസ്സപ്പെടുത്തി. 16 വർഷം അടഞ്ഞു കിടന്നു. 16 വർഷം അടഞ്ഞു കിടന്നപ്പോ ദൈവം തന്റെ പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു, ഹഗായിയും സക്രിയ പ്രവാചകനും. ഈ 2 പ്രവാചകന്മാർ എഴുന്നേറ്റ് അങ്ങ് പ്രവചിച്ചു, ധൈര്യമായിട്ടിരിക്കുക. 16 വർഷം അടഞ്ഞു കിടന്നാലും ഇപ്പം ദൈവം പറയുന്നു, ആത്മശക്തിയാൽ വിടുതലുണ്ടെന്ന്. ഇന്ന് പകൽ ചിലരോട് ദൂത് പറയാ, പാസ്റ്റർ എന്റെ ജീവിതത്തിൽ ഇത്ര വർഷം അടഞ്ഞു കിടന്നു. എത്ര വർഷം അടഞ്ഞു കിടന്നാലും ആത്മശക്തി ചലിക്കുമ്പോ വിടുതല.
ഇന്നൊരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവ് നടത്താൻ പോവാം. ഇന്ന് ഭയങ്കര വിശ്വസിച്ചോണം. ഈ ദൂതനെ എവിടം വരെ എത്തിക്കണമെന്ന് എനിക്ക് കർത്തമേശ ഉണ്ടായിട്ട് ടൈമില്ല, പക്ഷെ പറയാൻ പറ്റുന്ന അത്ര ഞാൻ പറയും. ഈ ദൂത് നിങ്ങളുടെ പ്രവചന ശബ്ദം പോലെ ഏറ്റെടുത്താൽ വരുന്ന മണിക്കൂർ മുതൽ ലൈഫിൽ അത് വ്യത്യാസം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഗവർണറായ സെരുബാബേലെ, നിന്റെ അധികാര പരിധി കൊണ്ടും നിന്റെ ശക്തി കൊണ്ടും നടക്കാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവിനാൽ നടക്കും. ദൈവത്തെ സ്തുതിച്ചോ. ടോപ്പ് സ്റ്റോൺ ആണിക്കല്ല് നീ കയറ്റും. എന്നിട്ട് വീണ്ടും അരുളപ്പാട്. ഇനി വീണ്ടും ശ്രദ്ധിച്ചേ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ. എട്ടാമത്തെ വാക്യം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത്. വീണ്ടും ദൈവം സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, അഭിഷക്തന്മാരിൽ കൂടെ ദൈവം സംസാരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്താ പ്രവചനത്തിന്റെ ഗുണം? എന്താ ദൈവവചനത്തിന്റെ ശുശ്രൂഷയുടെ പ്രയോജനം? ഇന്ന് പകലും സെരുബാബേലിനെ പോലെ ദൈവം എന്നെ നിർത്തി നിങ്ങളോട് സംസാരിപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നത് നടക്കും. ഇതുവരെ നടക്കാത്ത പരിശുദ്ധമായി സംഭവിക്കും. അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളും നീ പണിയും. ഇതാ ദൈവവചന ശുശ്രൂഷ. ഇതാ കൂട്ടായ്മയുടെ ബലം. ഈ കൂട്ടായ്മ നഷ്ടപ്പെടുത്തരുത്. കൂട്ടായ്മ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിങ്ങളുടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്വത്രാഴ്ച കിട്ടാൻ വേണ്ടി മാത്രമല്ല ഈ പറയുന്നത്. കൂട്ടായ്മ നഷ്ടപ്പെടുത്തുന്നത് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഗുണം. ഗവർണർ പദവി ഇരുന്നിട്ടും പണിയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 16 വർഷം നടക്കാതിരുന്നപ്പോൾ അപ്പുറത്തെ കൂട്ടായ്മയുടെ ബലം, ഇടത്തും വലത്തും 2 പ്രവാചകന്മാർ നിന്ന് പ്രവചിച്ച് നീ വീണ്ടും തുടങ്ങിക്കോ. ഇതാ കൂട്ടായ്മയുടെ ബലം. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ അത് കാണണം. അതാ കൂട്ടായ്മയുടെ ബലം. അതിനാ ഇന്ന് പകൽ പ്രസംഗിക്കുന്നേ. വീണ്ടും അരുളപ്പാടുണ്ടായി. എന്താ? സെരുബാബേലിന്റെ കൈ, ഈ ദൂത് ശ്രദ്ധിച്ചോണം എല്ലാവരും, ഈ ആലയത്തിനെ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. ഈ കൈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടത് എങ്ങനെ? സെരുബാബേലിന്റെ കൈയാ. ആ കൈ കൊണ്ട് അതെന്ത് ചെയ്യും? തീർക്കും. വെറുതെ അല്ല അടിസ്ഥാനം ഇട്ടത്. എങ്ങനെ അടിസ്ഥാനം ഇട്ടെന്ന് ശ്രദ്ധിക്കണം. വചനത്തിന്റെ മർമ്മം ശ്രദ്ധിക്കണം. ഞാൻ ഈ ദൂത് ഏറ്റെടുത്തോണം എല്ലാവരും. എങ്ങനെ അടിസ്ഥാനം ഇട്ടെന്നറിയാമോ? എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം ഒന്ന് എടുത്തേ. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10 തൊട്ട് 13 വരെ ഒന്ന് വായിച്ചേ. എങ്ങനെ അടിസ്ഥാനം ഇട്ട്. ഇങ്ങനെ അടിസ്ഥാനം ഇടുന്നതിനൊക്കെ വിടുതല. എല്ലാവരും ഈ ദൂത് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ഭവനം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ഈ അടിസ്ഥാനത്തിൽ പണിയണം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു സിസ്റ്ററെ. പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചേ. അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ പാട്ടുകാരെയും സംഗീതക്കാരെയും ഒക്കെ നേരത്തെ അങ്ങോട്ട് നിർത്തി പറഞ്ഞ ആരാധിച്ച് സ്തുതിച്ച് അടിസ്ഥാനം ഇട്ടതാ. അവർ യഹോവയെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഗാനപ്രതിഗാനം ചെയ്തു. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തുഘോഷിച്ചു. ആ വാക്കിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കണം. അവർ യഹോവയെ സ്തുതിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടു. സ്തുതിച്ചോണ്ടിട്ട അടിസ്ഥാനമാ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഇടുന്ന അടിസ്ഥാനത്തിന്റെ മേൽ എത്ര വർഷം തടസ്സം ചെയ്തെന്ന് പറഞ്ഞാലോ ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബമേ, ആരാധിക്കുന്ന കുടുംബമേ, ആരാധിച്ച് അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ അതാ സെരുബാബേലിനോട് ദൈവം പറഞ്ഞത്. നിന്റെ കൈ അടിസ്ഥാനം ഇട്ടെങ്കിൽ. എങ്ങനെ അടിസ്ഥാനം ഇട്ടേ? എങ്ങനെങ്കിലും ഇട്ടതല്ല.
സംഗീതക്കാരെ ശുശ്രൂഷകരെ നിർമ്മിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് സ്തുതി ഉയർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കൂട്ടരാലയത്തിന് അടിസ്ഥാന കല്ലിട്ടു. ഇന്ന് പകൽ സ്തുതിച്ചും ആരാധിച്ചും നിന്റെ ജീവിതത്തിനും കുടുംബത്തിനും അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര ശത്രു പോരാടാൻ ശ്രമിച്ചാലോ ഇന്ന് പകൽ അവിടെ നിനക്കൊരു ജയമുണ്ട്. ആരാധിച്ചും പ്രാർത്ഥിച്ചും ചിലതിനൊക്കെ തുടക്കം കിട്ടോ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ സ്തുതി എങ്ങനെ പോയെന്നറിയാം. 13-ാമത്തെ വാക്യം വെച്ച് 13-ാമത്തെ വാക്യം അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിന്റെ ശബ്ദവും കരച്ചിലിന്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതെ ഇരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. ശ്രദ്ധിച്ചേ, ഒരു സൈഡിൽ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, മറു സൈഡിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സന്തോഷത്തിന്റെ ആനന്ദ കരച്ചിൽ, സന്തോഷത്തിന്റെ ആർപ്പും, ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തുള്ള കണ്ണീരോടുള്ള സ്തുതിയും രണ്ടും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം രണ്ടും ഉയർന്നപ്പോ ബഹുദൂരം കേൾക്കത്തക്കവണ്ണം ദൈവശബ്ദം വെളിപ്പെട്ടു. ഇന്ന് പകലും നമ്മളും ആലയത്തിൽ വരുമ്പോൾ രണ്ടും ഉണ്ട്. ദൈവത്തിന് മഹത്വം കരേറ്റുന്നു, കണ്ണീരോടെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അടിസ്ഥാനം ഇട്ടതാ. അങ്ങനെ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ സെരുബാബേലേ, നിന്റെ കൈ കൊണ്ട് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവം അത് പൂർത്തീകരിക്കും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ദൈവം പ്രാർത്ഥനയാൽ, അഭിഷേകത്താൽ, സ്തുതികളാൽ നീ ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര വർഷം മുടങ്ങി എന്ന് പറഞ്ഞാലോ, എത്ര കാലതാമസം വന്നെന്ന് പറഞ്ഞാലോ, അത് സമഭൂമിയാകും. പ്രാർത്ഥനയുടെയും ആരാധനയെ സ്തുതികളും ഒന്ന് അടിസ്ഥാനമാകട്ടെ. നമ്മുടെ വീടിന്റെ അടിസ്ഥാനം പ്രാർത്ഥനകളുടെ സ്തുതികളെയും അടിസ്ഥാനമാകട്ടെ. അവിടെ അടിസ്ഥാനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് പോരാട്ടത്തിലും ഒരു ജയമുണ്ട്. ഇനി മനോഹരമാക്കുണ്ട്. സക്രിയ 4-ാം അധ്യായം 9-10 നിങ്ങൾ വായിച്ച സക്രിയാവ് 4:9-10. സക്രിയാവ് 4:9-10. സെരുബ്ബാബേലിന്റെ കൈ ഈ ആലയത്തിനെ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ 10-ാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. ആർ തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ്, സകല ഭൂമിയിലും ഊടാടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ കണ്ണ്, യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. പണി മുടക്കിയപ്പോഴും 16 വർഷം നടക്കാതിരുന്നപ്പോഴും എല്ലാരും നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ഒരുത്തൻ തൂക്കുകട്ട പിടിച്ചു. നിന്റെ കൈ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, ആ തൂക്കുകട്ട നീ വിടരുത്. തൂക്കുകട്ട നീ വിടരുത്. വിശ്വാസത്തിന്റെ വചനം നീ വിടരുത്. ആ ദൂതിനെ നീ വിടരുത്. ദൈവം കണ്ട് സന്തോഷിച്ച ഒരു കാര്യം, ഇതിന്റെയൊക്കെ മധ്യത്തിലും ഒരുത്തൻ തൂക്കുകട്ട വിട്ടിട്ടില്ല. 16 വർഷം തകർന്നിരിക്കുമ്പോൾ തൂക്കുകട്ട വിട്ടിട്ടില്ല. അവനോട് സക്രിയാവ് പ്രവചിച്ചത്, നിന്റെ കൈ കൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കും. സക്രിയാവിന്റെ പ്രവചനം നമ്മളോട് തരുന്ന ദൂത്, ചിലത് നീ വിടരുത്, വിടരുത്, വിടരുത്. ഇന്നലെ കണ്ടില്ല, കഴിഞ്ഞ നാളിൽ കണ്ടില്ല, നീണ്ട വർഷം കണ്ടില്ല, ഭാരപ്പെടരുത്, വിടരുത്. കാരണം നിന്നോട് പറഞ്ഞത്, നിന്നെ ആരംഭിച്ചത്, പ്രാർത്ഥിച്ച് സ്തുതിച്ച് അടിസ്ഥാനമിട്ടത്, എന്നിട്ട് പണിയാൻ പിടിച്ച തൂക്കുകട്ടയാ, അത് പൂർത്തീകരിക്കാൻ ദൈവം വിശ്വസ്തനാ. ഇത് കണ്ടപ്പോ ദൈവം സന്തോഷിച്ചെന്ന. കാരണം ഇത്രയും നാളും നടക്കാതിരുന്നപ്പോഴും ഇവൻ ഇത് വിട്ടില്ല.